അവൻ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടത്തേക്കും ഏൽപ്പിച്ചു. കാർഷിക വിളകൾക്കും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മൃഗങ്ങൾക്കും ബാധയുണ്ടാകും. മാത്രമല്ല ആമേൻ, അടുത്ത ഈ 2013 ഇടിവെട്ടും മിന്നലും അനേക ജീവിതങ്ങളെ അപഹരിക്കുന്നൊരു അനുഭവം ഉണ്ടാകും. പ്രാർത്ഥിച്ചോണം നീയൊന്നും അതിൽ പെടാതിരിക്കാൻ കേട്ടോ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മിന്നൽ മൂലം ശക്തമായ ചില ചലനങ്ങൾ പത്രവാർത്തകളിൽ കൂടെ വന്നാൽ മതി, നമുക്കുണ്ടാവരുത്. പ്രൈസ് ഗോഡ്. 50-ാം വാക്യം. അവൻ തന്റെ കോപത്തിന് ഒരു പാതയൊരുക്കി അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. പകർച്ചവ്യാധികളും മരണങ്ങളും ഉണ്ടെന്ന് ദൈവാത്മാ വ്യക്തമായി സംസാരിക്കുന്നു. പക്ഷെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓർത്തൊരു സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 54-ാം വാക്യം, അല്ല 53-ാം വാക്യം, അല്ല 52. എന്നാൽ തന്റെ ജനത്തെ 51 അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു. ശത്രുവിന്റെ തലമുറയ്ക്ക് വരെ കേടുവരുത്തിക്കൊണ്ട് യഹോവ ഭക്തന്മാരെ ജയോത്സവമായി നടത്തുന്ന വർഷമാണ് 2013. പ്രൈസ് ഗോഡ്. 53. അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. എന്നെ നിർഭയമായി നടത്തുമെന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? വിശ്വാസം കൊണ്ട് മാത്രമേ ഭയത്തെ പുറത്താക്കാൻ പറ്റൂ. തികഞ്ഞ സ്നേഹം കൊണ്ട് മാത്രമേ ഭയത്തെ പുറത്താക്കാൻ പറ്റൂ. ഇന്ന് രാത്രി വിശ്വാസം കൊണ്ട് നിറയട്ടെ, ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ, നിന്റെ ഉള്ളം ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ, നിന്റെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറയട്ടെ. ഈ ദൈവസ്നേഹം നിറഞ്ഞാലത്തെ ഗുണമെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആരോഗ്യമുള്ളപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുകയില്ല. ആമേൻ. ദൈവസ്നേഹം ഉള്ളത്തിലുള്ളതിന്റെ ഗുണമെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവാക്കാൻ അവസരം കിട്ടിയാൽ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവസ്നേഹത്തിന്റെ ഗുണമെന്നറിയാമോ? രാപ്പകൽ അധ്വാനിക്കേണ്ടി വന്നാലും, ആരെല്ലാം പകച്ചാലും, ആരെല്ലാം ദ്വേഷിച്ചാലും, യോസേഫിനെ പോലെ ദൈവ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് യഥാർത്ഥ ദൈവസ്നേഹമുള്ളവൻ. ഇന്ന് രാത്രി ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വന്നേ പറ്റൂ. ഹല്ലേലൂയ. ചിലരൊക്കെ ആരാണ്ടും എന്താണ്ടും പറഞ്ഞെന്നോ, കണ്ണുരുട്ടി കാണിച്ചെന്നോ, നാക്ക് കടിച്ച് കാണിച്ചെന്നോ പറഞ്ഞ് ഈ ശുശ്രൂഷയിൽ നിന്ന് പോകുക. അങ്ങനെയാണ് ഞാനൊക്കെ പണ്ടേ പോകേണ്ട കാലം കഴിഞ്ഞു. ഞാനും ഗ്രേസി. നാക്ക് കടിച്ചാൽ പോകുന്നതല്ല വിശ്വാസം, കണ്ണുരുട്ടിയാൽ പോകുന്നതല്ല ശുശ്രൂഷ. നിന്റെ നേരെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് എന്തെല്ലാം കൊണ്ടുവന്നാലും, എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നാലും, നീ ദൈവകൃപയിലാണോ? നീ ദൈവകൃപയിലാണോ? നിനക്കൊരു ശുശ്രൂഷ ഉണ്ടോ? നിന്നെ ദൈവം വിളിച്ചതാണോ? നിന്നെ ദൈവം കണ്ടതാണോ? ദൈവം നിന്നെ ഉപയോഗിക്കണമെന്ന് താല്പര്യമുണ്ടോ? ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. കാരണം അടിച്ച ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. ആമേൻ. 54-55. അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തുകൊടുത്തു. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എന്നോട് പറഞ്ഞത് 2013 ചിലരെ ദൈവം പറിച്ചു നടും. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് നടും. പുതിയ സ്ഥലങ്ങളും പുതിയ വീടുകളും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. 2013 ദൈവം നിന്നെ പറിച്ചു നടട്ടെ. 60-ാം വാക്യം, 61-ാം വാക്യം. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഒരൊറ്റ കാര്യം ചെയ്താൽ ശത്രുവിനെ തൊടത്തില്ല. ആലയത്തിന് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്യാനൊരവസരമുണ്ടെങ്കിൽ ചാടി വീണോണം. നിന്നെ ദൈവം സൂക്ഷിക്കും. കാരണം നിന്നെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട്. നീ അനുഗ്രഹിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. ആലയത്തിനും ദൈവമക്കൾക്കും വേണ്ടി പ്രയോജനപ്പെടുവാൻ അവസരം കിട്ടിയാൽ ചാടി വീഴുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ തലമുറയെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ആരോഗ്യം കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ജീവിതത്തിലെ സമ്പത്ത് കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, ആമേൻ. നിന്റെ ആരോഗ്യത്തെ ടച്ച് ചെയ്യാതിരിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്റെ സമ്പത്തിനെ ടച്ച് ചെയ്യാതിരിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്റെ തലമുറയെ ടച്ച് ചെയ്യാതിരിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്റെ വാഹനത്തെ ടച്ച് ചെയ്യാതിരിക്കുന്നത്, നിന്റെ കുടുംബത്തെ ടച്ച് ചെയ്യാതിരിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് കേട്ടോ. മനസ്സുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി.
ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആമേൻ. ഹല്ലേലൂയ. എസ്തറിനോട് കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന മൊർദെഖായി ഇപ്രകാരം പറഞ്ഞു, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദ ജാതിക്ക് വല്ലയിടത്തുനിന്നും രക്ഷയുണ്ടാകും, വേറെ സ്ഥലത്തുനിന്ന് രക്ഷയുണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും മുടിഞ്ഞു പോകും, നശിച്ചു പോകും. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്ക് നാശം വരത്തില്ല, ദൈവമക്കൾക്ക് നാശം വരത്തില്ല, ദൈവസഭയിലെ കാര്യങ്ങൾക്ക് ഒരു മുട്ടും വരത്തില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് നന്മ കിട്ടും. ആരും സഭയെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. സഭ തോക്കത്തില്ല. ഇത് ദൈവം തന്റെ രക്തം കൊടുത്ത്, യേശുക്രിസ്തു തന്റെ ചന്ദ്ര ചോര കൊടുത്ത് സമ്മാനിച്ച സഭയാണ്. അതിന് കേട് വരത്തില്ല. ഒരു PRVV പോയാലും കേട് വരത്തില്ല. ഒരു ശൗല് പോയാൽ ദാവീദുണ്ട്, ഒരു മോശമായ ഒരു യോശുവയുണ്ട്. ഇന്ന് രാത്രി അതുകൊണ്ട് കിട്ടിയ അവസരം ഉപയോഗിച്ചോണം. പ്രൈസ് ഗോഡ്. 68 വാക്യം അല്ല 65 വാക്യം. അപ്പോൾ കർത്താവ് ഉറക്കുണർന്ന് വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. മതി. എനിക്കും നിനക്കും വേണ്ടി കർത്താവ് എങ്ങനെ ഉണരും? ഉറക്കുണർന്ന് വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും. വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെ എന്ത് ചെയ്യും? അവനങ്ങ് എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത്രയും വാഗ്ദത്തങ്ങൾ, സന്ദർശനങ്ങൾ, പ്രസ്താവനകൾ, ഒറ്റ പറയുക. എനിക്കറിയാവുന്ന ഒരു കള്ളുടിയനുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അവൻ്റെ മകനെ ആരോ ഒരുത്തൻ ഉപദ്രവിച്ചു. ഇവനത് കള്ളുടിയനത് അറിഞ്ഞു. പുള്ളി എഴുന്നേറ്റ് അവിടെ നിന്ന് ഒരു അട്ടഹാസം നടത്തി. അതെനിക്ക് ഓർമ്മ വരുന്നു ഈ വാക്യം വായിക്കുമ്പോൾ. ആരാടാ എൻ്റെ കൊച്ചിനെ തൊടാൻ? ആരാടാ എൻ്റെ കൊച്ചിനെ തൊടാൻ? നീ ആരുടെ വകയാ? നീ ആരുടെ മകനാ? കർത്താവ് അതുപോലെ എഴുന്നേൽക്കുമെന്ന്. എങ്ങനെ? വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്നവനെ പോലെ, ഉറക്കമുണർന്നു വരുന്ന സിംഹത്തെ പോലെ, നിന്നെ സഹായിക്കാൻ, നിന്റെ തലമുറയെ സഹായിക്കാൻ, നിന്റെ ബിസിനസ്സിനെ സഹായിക്കാൻ, നിന്റെ ആത്മീയത്തെ സഹായിക്കാൻ, നിന്റെ ഭൗതികത്തെ സഹായിക്കാൻ, നീയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകലത്തെയും സഹായിക്കാൻ എഴുന്നേൽക്കും. വിശ്വസിക്കുന്നതിൽ കരമെടുത്തവനെ ശ്രദ്ധിച്ച് ആരാധിക്കാം. അടുത്തതായി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ, 2012 വിട്ടുപോകുവാൻ 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഈ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു രക്ഷയുടെ ആ സന്തോഷത്തോടു കൂടി ചില ആർപ്പുകളിട്ട് ആരാധിക്കും. യെരിഹോ മതിൽ വീഴും. നിന്റെ അവകാശത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന യെരിഹോ മതിലുകൾ വീഴും. നിന്റെ അനുഭവങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ടത കെട്ടുകൾ വീഴും. ഇന്ന് രാത്രികാലം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് വലിയ ശക്തിയോടെ, ആരാധനയുടെ ശക്തിയോടെ ആയിക്കൊള്ളട്ടെ. പാസ്റ്റർ PAV സാം സഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദൈവസഭയുടെ ഓവർസിയറായി, കേരളത്തിന്റെ പരമാധ്യക്ഷനായി, ഏഷ്യയുടെ സൂപ്രണ്ടായി, അവൻ വെസ്റ്റ് ഏഷ്യൻ സൂപ്രണ്ടായി ഒക്കെയും പ്രവർത്തിച്ചിരുന്ന സ്ഥാനത്തും നമ്മുടെ മധ്യ എല്ലാ കൊല്ലവും വരുന്ന കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വന്നിരിക്കുന്നത് കൊണ്ട് കാരമടിച്ച ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. പാസ്റ്റർ PAV സാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഈ 2012 വൈകിയ മിനിറ്റുകളിൽ നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ കർത്താവ് സഹായിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ദാസൻ ഓർപ്പിച്ചതുപോലെ എല്ലാ വാച്ച് നൈറ്റ് സർവീസും ന്യൂ ഇയർ മെസ്സേജും കൊടുക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ദൈവം സഹായിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നാം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2012 വിട വാങ്ങുവാൻ ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള സമയത്ത് നാം കേട്ട വചനങ്ങളെ അയവിറക്കിക്കൊണ്ട് ഒരു പുതിയ തീരുമാനത്തോടും പ്രതീക്ഷയോടുകൂടി 2013 സ്വാഗതം ചെയ്യുവാൻ നാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. 2012 ദൈവം എത്ര വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് നടത്തിപ്പിൽ ഓർക്കുമ്പോൾ നമ്മെ മാത്രം ദൈവസം വന്നുള്ളവരായിരിക്കേണ്ടതാണ്. അവൻ നിന്നെ വീഴാതെ വണ്ണം സൂക്ഷിച്ചു. അവൻ നിന്നെ കരങ്ങളിൽ വഹിച്ചു നടത്തി, നിന്നെ താങ്ങി, നിന്നെ പരിപാലിച്ചു, നിന്റെ തലമുറയെ ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് ഇന്ന് രാത്രി ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷമെല്ലാം കരുതി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ
2012 വിട പറയുന്ന ഈ വേളയില് ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം നന്ദികൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീണ്ടും ഒരു അല്പസമയം കൂടെ നമുക്കുണ്ട്. 2012 അവസാനിക്കുവാൻ 5 നിമിഷങ്ങൾ കൂടെ നമ്മുടെ മധ്യം ഉണ്ടല്ലോ. ആകയാൽ ആ അടുത്ത സമയങ്ങള്, ഈ നിമിഷങ്ങൾ നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരം പറയുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വിശ്വസ്തകൾ, ദൈവത്തിന്റെ നടത്തിപ്പുകൾ, അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തിമാനുമാകയാൽ നമുക്ക് കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ നടത്തിപ്പുകൾക്ക് ഒരിക്കലും തെറ്റ് പറ്റുകയില്ല. എത്ര പേർ വിശ്വസിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? മനുഷ്യരുടെ ആലോചനകൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. നാം പലപ്പോഴും അതേ 2012 ഏടുകളിൽ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവശബ്ദത്തിന് വേണ്ടി നാം പൂർണ്ണമായി വഴിപ്പെടാത്തത്, അപ്പോഴൊക്കെ നമുക്ക് പരാജയം വന്നിട്ടുണ്ട്. എങ്കിലും പല ഡീറ്റൂർസ് ഉണ്ടായ കാഴ്ചകൾ ദൈവാത്മാവ് ഇപ്പോൾ കാണിക്കുകയാണ്. ഡീറ്റൂർ എന്ന് പറഞ്ഞാൽ ചില എക്സിറ്റുകൾ മിസ് ചെയ്തു പോയാൽ അത് വീണ്ടും അടുത്ത അത് ഹൈവേയിലൊക്കെ കടക്കണമെങ്കിൽ അമേരിക്കയിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ചില ഡീറ്റൂറുകൾ പിന്നെയും ചെയ്യേണ്ടി വരും, മടക്കയാത്ര ചെയ്യേണ്ടി വരുന്നു. 2012 പലപ്പോഴും വഴി തെറ്റിപ്പോയ അവസരം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. എന്നാൽ 2013 അപേക്ഷിച്ചാൽ കർത്താവേ ഹല്ലേലൂയ, നിന്റെ ആലോചന പ്രകാരം സ്റ്റെപ്പുകളെ വയ്പ്പാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു സമർപ്പണം ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി ഒരു ശുദ്ധീകരണം ഏറ്റുകൊണ്ട് അതിനുവേണ്ടി ഒരുക്കി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വേണം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഹല്ലേലൂയ, സന്തോഷമുള്ള എല്ലാ കരവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, നാം പലപ്പോഴും അവിശ്വസനായി തീർന്നു പോയപ്പോഴും ദൈവം വിശ്വസനായി നമ്മെ നടത്തി. ഹല്ലേലൂയ, വീണ്ടും നമ്മെ മടക്കി കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയെ ഓർക്കുമ്പോൾ, വീണ്ടും നമ്മെ ശക്തി ദൈവത്തിന്റെ കൃപയെ ഓർക്കുമ്പോൾ, നമ്മുടെ സാമർഥ്യം കൊണ്ട് നേടിയതല്ല 2010 നന്മകൾ. ഫേസ് ഇറ്റ്, എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 2012 പ്രോഗ്രസ് കണ്ടപ്പോൾ ഞാനും ദൈവത്തെ സ്തുതിച്ചു. ഇതെത്ര നല്ല ദൈവമാണ്. ഹല്ലേലൂയ, ഈ ദൈവം എവിടെയാണ് നമ്മെ കുറച്ചിട്ടുള്ളത്? ഈ ദൈവം സകലത്തിന് മതിയായ ദൈവമാണ്. ഇന്ന് രാത്രി നമുക്ക് നന്ദി ഹൃദയോടെ മാത്രമേ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുകയുള്ളൂ. താല്പര്യരെ 3-4 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ 2012 അവസാനിക്കുവാൻ. അനേക കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഹല്ലേലൂയ, 2012 അനേക കഷ്ടങ്ങളും അനർത്ഥങ്ങളും നാം കാണേണ്ടി വന്നെങ്കിലും 2013 ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ, ദൈവം നമ്മെ വീണ്ടും ബലപ്പെടുന്ന വർഷമാണ്. ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ലോകം അറിയുവാൻ പോകുന്ന ഒരു വർഷമാണ് 2013. പ്രൈസ് ദി ലോർഡ്. 2012 ഇവിടെ പറയുമ്പോൾ നമ്മെ ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം, സ്തോത്രം. 2013 സ്വാഗതം ചെയ്യുവാന്, 2013 നാം സ്വീകരിപ്പാന്, അതിലേക്ക് നമ്മുടെ കാൽപാദങ്ങളെ എടുത്തു വയ്ക്കുവാന്. The steps of a righteous man are ordered by the Lord. Hallelujah. Praise the Lord, praise the Lord. Hallelujah. 2013 പ്രവേശിക്കുവാൻ പോകുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന വിഷയം, the steps of a righteous man are ordered by the Lord. ദൈവം നിന്റെ പാതകളെ ഒരുക്കി വെച്ചുകൊണ്ടാണ് 2013 കടന്നുവിടാൻ പോകുന്നത്. രക്തം ജയം, രക്തം ജയം. 2012 ഹല്ലേലൂയ പാതകൾക്ക് ചലനം ഉണ്ടായെങ്കിൽ, പാതകൾക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ 2013 മൈ ഗോഡ് ഹല്ലേലൂയ അതിന്റെ സമർപ്പണത്തിന് വേണ്ടി ചിലരുടെ കാലുകളെ ദൈവം അരയെ ശക്തി കൊണ്ട് മുറുക്കുവാൻ പോകുകയാണ്. ചിലരുടെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമായ കാലാക്കിക്കൊണ്ട് ദൈവം നമ്മെ നടത്തുവാൻ പോകുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് 2-3 മിനിറ്റിനുള്ളിൽ ഈ വർഷത്തെ എന്നേക്കുമായിട്ട് നമ്മുടെ പറയാൻ പോവുകയാണ്. നന്ദി ഹൃദയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അല്ല നമ്മളെ അരശക്തി കൊണ്ട് മുറുക്കിക്കൊണ്ട്, നമ്മുടെ പ്രതീക്ഷകളെ പുതുക്കിക്കൊണ്ട്, നമ്മുടെ തീരുമാനങ്ങളെ പുതുക്കിക്കൊണ്ട്, ഹല്ലേലൂയ അനേകർ ഈ ലോകത്തിൽ കടന്നുപോയപ്പോൾ 2013 ആരംഭം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് 2013 നമുക്ക് പ്രവേശിക്കാം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. What a great God, what a great God. എത്ര വലിയ ദൈവം. താല്പര്യേ 2013 അതേ വാക്കിൽ നാം വന്നിരിക്കുകയാണ്. 2012 അവസാനം നിമിഷത്തിലേക്ക് 2013 കയറുവാനുള്ള അതേ സമയത്തേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്
പുതിയ വർഷത്തിലേക്ക് നമ്മുടെ കാൽപാദങ്ങളെ വയ്ക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് 2013 സ്വാഗതം ചെയ്യാം. ഓ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കൃപയെ ആശ്രയിച്ചുകൊണ്ട്, നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് 2013 പ്രവേശിക്കുന്നു. ജയമെടുത്തുകൊണ്ട് 2013 പ്രവേശിക്കും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരേ, 2013 ആദ്യ നിമിഷങ്ങളിലേക്ക് നമ്മുടെ കാലുകൾ കുത്തുവാൻ ദൈവം സഹായിച്ചതായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. To God be the glory. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർ ഭാഗ്യവാന്മാർ. ഈ പുതിയ വർഷത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട്, ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുവാൻ, നമ്മുടെ കാൽപാദങ്ങളെ നേരെയാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദാസാണിരിക്കാം. Praise the Lord. Hallelujah. Praise Him. പുതിയ വർഷത്തിന്റെ ആദ്യ മിനിറ്റുകളിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതിനാൽ ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി എല്ലാം കരുതി ഒരുക്കി വെച്ചിരിക്കുകയാണ്. യു ആർ ഫില്ലിംഗ് സം ബിഗ് ഷൂസ്. വിശാലത വരുത്തുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഒരു വിശാലത ഉണ്ട്, വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ സ്റ്റെപ്പും ദൈവത്തിൻ്റെ അനുപ്രകാരം വയ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ അരശക്തി കൊണ്ട് മുറുക്കുകയും നമ്മുടെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി കാലുകളാക്കി തീർക്കുകയും ചെയ്യുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മാൻപേടയ്ക്കൊരു ഗുണമുണ്ട്. ഈ ഉന്നതമായ മലകളുടെ മുകളിലും പാറക്കെട്ടുകളുടെ മുകളിലും കൂടി അതിന് പോകത്തക്കവണ്ണം പ്രത്യേകമായി അവൻ്റെ കാല് അതുപോലെ ശക്തിയുള്ളതാണ്. പാറ പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം 2013. എന്നാൽ ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഞാൻ 2013 കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു രാത്രി കിടന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ദൂത് തന്നെ അതേ ആലോചന ഞാൻ നിങ്ങളുടെ മുതൽ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ പുതുവർഷ ദൂത് അത് നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് 1 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ശമൂവേൽ 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം.
അതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞിരുതാനും. ശൗൽ ഗിബയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതള നാരകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോടുകൂടി ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേർ. ശീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫിനെഹാസിന്റെ മകനായ ഈക്കാബോദിന്റെ സഹോദരനായ അഹീതൂബിന്റെ മകൻ അഹിയവായിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി വലിയൊരു നടുക്കമുണ്ടായി. 20-ാം വാക്യം വായിക്കാം. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടയ്ക്ക് ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. 26-ാം വാക്യം. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇച്ഛിച്ച് വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട് ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. 27 കൂടി. യോനാഥാനോ തന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടിയിൽ കുത്തി 45-ാം വാക്യം കൂടെ വായിക്കാം. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ് അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവൻ ഇന്ന് ദൈവത്തോടു കൂടിയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ഇന്ന് രാവിലെ സമയത്ത് പ്രഭാതവേളയിൽ ന്യൂ ഇയർ മെസ്സേജായിട്ട് ദൈവാത്മാവ് തരുന്നത്, ദൈവം നമുക്ക് മുമ്പായിട്ട് തകർക്കുന്നവനായി നമ്മൾ മുമ്പാകെ പോവുകയാണ്. മീഖ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വാക്യമുണ്ട്, എടുത്തവർ പെട്ടെന്ന് വായിക്കാം. മീഖ 2-ാം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു. 2-ാം അധ്യായത്തിൻ്റെ ദൈവാത്മാവ് പെട്ടെന്ന് ഓർപ്പിച്ചൊരു വാക്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ തകർക്കുന്നവനായി പുറപ്പെടുന്നു എന്നുള്ള വാക്യം. ബാക്കി എടുത്തൊരു വായിച്ചാട്ടെ. 13. ഐ എം സോറി 13 വായിച്ചാട്ടെ. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായി പോകുന്നു അവസ്ഥയാണ്. ഈ 2013 തകർക്കുന്നവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. തകർക്കുന്നവൻ മുമ്പിലുണ്ടെങ്കിൽ എന്ത് പ്രതിബന്ധം വന്നാലും ദൈവം അതിനെ തകർത്ത് വഴിയെ ഒരുക്കുന്ന ദൈവമാണ്. ദൈവാത്മാവ് പ്രത്യേകിച്ച് കാണിച്ച ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കാണിച്ച വിഷയം, യോനാഥാനെ പോലെ ചില വീരയോദ്ധാക്കൾ രംഗത്തിറങ്ങുന്ന വർഷമാണ് 2013. എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. ഈ ഫേസ് സിറ്റിയിലും ചില യോദ്ധാക്കളെ അതേ ദൈവം ഒരുക്കി ഇറക്കുവാൻ പോകുകയാണ് 2013. സ്തോത്രം. ഇത്രയും ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ അത് പോരാ. കർത്താവിന് വേണ്ടി വയൽ പ്രദേശത്തേക്ക് കർത്താവിന് വേണ്ടി യോദ്ധാക്കളായിട്ട് മുന്നോട്ടിറങ്ങുവാൻ തക്കവണ്ണം ഒരു യോനാഥാനെ ദൈവം ഒരുക്കിയതുപോലെ തന്നെ ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നാളുകളായിരുന്നു കഴിഞ്ഞ നാളുകൾ, കഴിഞ്ഞ മാസങ്ങൾ, കഴിഞ്ഞ വർഷം. എന്നാൽ ഇന്ന് തൽക്കാലം ദൈവത്തിന്റെ ആലോചന വ്യക്തമായി കേൾക്കൂ. ദൈവത്തിനെ കുറിച്ച് ആലോചനയുണ്ട്. അവൻ ആലോചനയിൽ വലിയവനും പ്രവർത്തി ശക്തിമാനുമാണ്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് ഒതുങ്ങിയിരിക്കുവാനല്ല. മാതളനാരത്തിന് കീഴിൽ ശൗലും 600 പടയാളികളും ഒതുങ്ങിയിരിക്കുമ്പോൾ യേശുവിന്റെ നാമം ദൈവാത്മാവ് പ്രവചന രൂപേണ സംസാരിക്കുന്നു. അതേ 2012 അതേ ചില നേതാക്കൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവർ 2013 അതേ മാതളനാരത്തിന് കീഴിൽ അഭയം ചൊല്ലുവാൻ പോകുകയാണ്. ദൈവം തന്ന മാതളനാരത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനൊപ്പം തന്നെ മാതളനാരത്തിൽ ആശ്രയിക്കരുത്. മാതളനാരകത്തിന് കീഴിൽ ഒതുങ്ങിക്കൊണ്ട് ഇനി 2013 മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. ദൈവം തന്ന സമൃദ്ധിയെ ഓർത്ത്, ദൈവം തന്ന അനുഗ്രഹം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനൊപ്പം തന്നെ ദൈവാത്മാവ് സംസാരിക്കുന്നു. അതേ ഒരു വലിയ ശത്രു സൈന്യത്തിനെയാണ് നീ ഫേസ് ചെയ്യാൻ പോകുന്നത്. എത്ര പേർക്കറിയാം? ഫെലിസ്ത്യ സൈന്യം 30,000 രഥങ്ങളും 6,000 കുതിരച്ചേവകരും അതുപോലെ പടൽപ്പുറത്തെ മണൽ പോലെ ഒരു പെരുത്ത സൈന്യമായിട്ട് വന്നിരിക്കുമ്പോൾ ശൗല് ഒരു 3,000 പേരെ കൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷെങ്കിൽ കുറെ പേര് സ്കാറ്റർ ചെയ്തു പോയി. ഈ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ 3,000 പേരിൽ 600 പേർ മാത്രമേ ശേഷിച്ചുള്ളൂ. എന്താ ദൈവാത്മാവ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്കാറ്ററിങ് 2013 നടക്കുവാൻ പോകുന്നു. യേശുവിനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കേണ്ടതായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. 3000 പേരെയും കൊണ്ട് ഇറങ്ങിത്തിരിച്ച ശൗല് 14-ാം അധ്യായപ്പോഴേക്കും 600 പേരായി ചുരുങ്ങി. എന്നാൽ അതിന് മധ്യേ ഒരു നല്ല ഗുഡ് ന്യൂസ് ഉണ്ട്. കുറെ ശൗലന്മാരും പിന്മാറിപ്പോയാലും ഹല്ലേലൂയ അവന്റെ കടിപ്രദേശം ഉത്ഭവിച്ച ഒരു യോനാഥാനെ ദൈവം ഉണർത്തി. ഇന്ന് രാത്രി ചിലരെ ദൈവം ഉണർത്തുന്ന രാത്രിയാണ്. എത്ര പേർ അത് അറിയുന്നുണ്ട്? ഹല്ലേലൂയ. യോനാഥാന്റെ ഉള്ളത്തിൽ വലിയൊരു പ്രേരണ ഉണ്ടായി. 600 പേരും കൊണ്ട് ഈ ശൗലിന് അതേ മാതൃനാട്ടിൽ അഭയം ചൊല്ലേണ്ടി വന്നപ്പോൾ യോനാഥാന് ഏകനായി ഹല്ലേലൂയ ഏകനായി പോവാൻ തീരുമാനിച്ചു. പിന്നീടാണ് ആയുധവാഹനം കിട്ടുന്നത്. അവൻ ആദ്യം തീരുമാനിച്ചപ്പോൾ ഒറ്റയ്ക്ക് തന്നെ, എന്റെ കർത്താവേ നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ സകലതും സാധ്യം. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന് സകലതും സാധ്യമെന്നും അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. 2013 ഈ കീ വേഴ്സ് ഓർത്തുകൊള്ളുക. ദൈവത്തിന് സകലതും സാധ്യം. അത് മാത്രമല്ല, അവൻ തകർക്കുന്നതിനായി മുമ്പേ പോകുന്നുണ്ട്. ആടുകൾ അവന്റെ പിന്നാലെയാണ് പോകേണ്ടത്. അവന്റെ ശബ്ദത്തിന് മുമ്പാകെ അവൻ ഒരുക്കുന്ന വഴിയിൽ കൂടി ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ 2010 വലിയൊരു അനുഗ്രഹ വർഷമായി തീരുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഒരു കൂട്ടം ജനം 2013 പിന്മാറുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുന്നു. ഹല്ലേലൂയ. അവർ മാതനാഥിനെ ഒതുങ്ങും പോകുമ്പോൾ ഒരു കൂട്ടം ജനത്തെ ദൈവം ഉണർത്തുന്ന വർഷം കൂടെയാണെന്ന് ദൈവാത്മാവ് പ്രവചിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. യോനാഥാനെ നീ മറന്നിരിക്കേണ്ട ആവശ്യമില്ല. അവന്റെ പിതാവിനോട് പോലും ആലോചിക്കാതെ രക്തം ചെയ്യും. യോനാഥാൻ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ടോട്ടൽ ഡിപ്പെൻഡൻസ് അപ്പോൺ ദ ലോർഡ്. ഭാഗ്യമായ ഡിപ്പെൻഡൻസ് അല്ല, അല്പമായ ആശ്രയമല്ല, ടോട്ടൽ ഡിപ്പെൻഡൻസ് അപ്പോൺ ദ ലോർഡ്. ഒരു വലിയ അടൽപ്രദേശം മണൽ പോലെയുള്ള വലിയ അസംഖ്യം അത് ജനത്തിൻ്റെ മധ്യേ ഈവൻ ഒറ്റയ്ക്ക് പോയാൽ എന്ത് സാധിക്കും? ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി റിസ്ക് എടുക്കുവാൻ, വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുവാൻ, വിശ്വാസത്തിന് വേണ്ടി ദൈവത്തിന് നിയോഗം വരുമ്പോൾ അതനുസരിക്കുവാൻ ഇന്ന് പോൽക്കാലം എത്ര പേര് തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും? സ്തോത്രം. ബിക്കോസ് തകർക്കുന്നവൻ മുമ്പേ ഉണ്ട്. അവൻ നമുക്ക് മുമ്പായി പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ നാം പിന്നാലെ പോയാൽ മതി. ഹല്ലേലൂയ. I see great things ahead. 2012 പോലെയല്ല, 2013 വലിയ വിടുതലിൻ്റെ വർഷമായി തീരുവാൻ പോവുകയാണ്. ഒരു കൂട്ടർ പിന്മാറിക്കൊള്ളട്ടെ, ഒരു കൂട്ടർ മാതരാധന കഴിഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ സാധ്യതകളുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. യോനാഥാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനത്തെ വലിയ വിജയം ഉണ്ടാവാൻ എങ്ങനെ സാധിക്കും എന്ന് പിശാച് സംശയിപ്പിച്ച് കാണും. എന്നാൽ അവൻ വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനവൻ്റെ ആയുധവാഹനോട് പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ അങ്ങനെ പോകുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ചില കൂട്ടാളികളെ ഒരുക്കുവാൻ പോകുകയാണ്. 2013 യേശുവിൻ്റെ നാമത്തിൽ ഏകാഗികളെ ദൈവം കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് വീണ്ടും ശക്തമായി സംസാരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം നടന്ന വിവാഹത്തെക്കാൾ കൂടുതൽ ഈ വർഷം ദൈവം നടത്തുവാൻ മതിയായവനാണ്. വിശ്വസിക്കുന്ന സ്തുതിക്കാം. ഒരു കൂട്ടാളിയെ ആ സമയത്ത് കിട്ടുവാൻ വളരെ പ്രയാസമാണ്. ആ സമയത്ത് ജനം ഒരു വലിയ കടൽപ്പുറത്തെ മണൽ പോലെ ജനം എതിരെ വരുമ്പോൾ ആരെൻ്റെ കൂടെ വരും? ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നീ വിശ്വാസത്തിൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം നിന്നോടുകൂടി പ്രവർത്തിക്കേണ്ട ആളുകളെയും ഒരുക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലാത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പാർട്ട്ണറെ ദൈവം ഒരുക്കി. അത് മാത്രമല്ല, ഈ മുമ്പിൽ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രതികൂലമൊന്നും വരരുതെന്ന് ആരും കാൽക്കുലേറ്റ് ചെയ്യണ്ട. തത്തിപ്പിടിച്ച് കയറേണ്ട അനുഭവം ഉണ്ടാകും. 2013 എന്തോ ഈ തത്തിപ്പിടിക്കുന്ന അനുഭവം എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയല്ലേ ബൈബിളിൽ എഴുതിക്കുന്നത്? തത്തിപ്പിടിച്ച്